2025 കേരളത്തിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും +2 മാർക്ക് കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. നാം മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 2 ആണ്. അപ്പോൾ കീം എഴുതിയിരിക്കുന്ന മുഴുവൻ മക്കളും, മുഴുവൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ആസ്പിരൻസും ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ സൈറ്റിലേക്ക് നാം എൻ്റർ ആവുക. അതിനുശേഷം നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന ലിങ്ക് നാം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം ഏത് ബോർഡാണ് പഠിച്ചത്, സ്റ്റേറ്റോ CBSEയോ ISEയോ ഏതുമായിക്കോട്ടെ, നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യുക, ഇയർ സെലക്ട് ചെയ്യുക, രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്യുക. ഈ 3 കാര്യങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ ബോർഡ് നമ്മുടെ മാർക്ക് കീമിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ ആ കാൻഡിഡേറ്റ് ചെയ്യേണ്ടത് ഇത് ക്രോസ് ചെക്ക് ചെയ്യുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ സർട്ടിഫിക്കറ്റും ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന മാർക്കും കൃത്യമാണോ എന്ന് എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ മക്കളും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി നാം ഇത് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേയിൽ നമ്മുടെ മാർക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള മാർക്കുകൾ നാം എൻട്രി ചെയ്യുക. ഇനിയല്ല, ഇവിടെ വന്നിരിക്കുന്ന ഡിസ്പ്ലേയിലുള്ള മാർക്കിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള മാർക്ക് നാം അവിടെ എഡിറ്റ് ചെയ്ത് കറക്ഷൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ലിങ്ക് നാം പ്രസ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുശേഷം ഈ സബ്മിറ്റ് ചെയ്ത കംപ്ലീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ നമുക്കൊരു പ്രിൻ്റ് ഔട്ടും എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. അപ്പോൾ ഈ കൺഫർമേഷൻ ചെയ്ത് കഴിയുന്നതിലൂടെയാണ് ഈ ഒരു പ്രോസസ്സിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെ നാം ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നാം ഡിസ്പ്ലേയിൽ മാർക്ക് വന്നിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ PDF കോപ്പി ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കറക്ഷൻസ് ഒന്നുമില്ല, കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേയിൽ വന്നവർ പ്രത്യേകിച്ചൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മാർക്ക് കൃത്യമായിട്ട് എൻട്രൻസ് കമ്മീഷനുടെ കീമിൻ്റെ സൈറ്റിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ വരുന്നെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ മാത്രം ചെയ്ത് കൺഫേം ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കംപ്ലീറ്റ് പ്രോസസ്സിംഗ് ചെയ്യുക. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, എഞ്ചിനീയറിംഗിന് നമുക്ക് വേണ്ടി വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങളുടെയാണ് കീമിൻ്റെ എക്സാമിനേഷൻ നാം എഴുതിയത്. നാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതും ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്കാണ്. ഇനി ഇവിടെ നാം കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റുകൾ നമുക്ക് പഠിച്ച പോർഷൻസിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് കെമിസ്ട്രിക്ക് പകരമായി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റായിട്ട് നമ്മൾ അവിടെ മാർക്ക് കൊടുത്തുകൊണ്ട് അത് മസ്റ്റായിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കണം. കെമിസ്ട്രിക്ക് പകരം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പകരം നാം ഏതാണോ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിനൊക്കെയുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 2 ആണ്. അപ്പോൾ കീം എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗിന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പ്രോസസ്സിംഗ് കൃത്യമായി ജൂൺ 2-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് മൊമെന്റ് വരെ വെക്കാതെ ഇന്ന് തന്നെ ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് സബ്മിഷനും കംപ്ലീറ്റ് ചെയ്ത് ഈ പ്രോസസ്സിംഗ് തീർക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എൻട്രൻസിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.